അടുത്തത് ഇത് ദുബായ് ആണ്. ബേസിക്കലി ഇത് അഡിദാസിന്റെ ഒറിജിനൽ ടീഷർട്ട് ആണ്. ഓക്കെ, സോ ഇത് ഒരു ടീഷർട്ട്. ഹലോ ഗായ്സ്, അപ്പോ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ചത്തോളം ആവാറായി. പക്ഷെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ കാര്യമായിട്ട് ഇല്ലായിരുന്നെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ബൈ ദ വേ കണ്ടോ മൈക്ക്. സോ ഈ ഒരു മൈക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. സോ ഈ ഒരു മൈക്കിന്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വാ. ഓക്കെ, അപ്പോ മൈക്കിന്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പം മൈക്ക് നമുക്ക് ഞാൻ ബോക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് മാനുവൽ ആണ്. ഇത് ഇവിടെയാണ് മൈക്ക് ഉള്ളത്. അതായത് ഈ വെച്ചേക്ക് ഇനി മൈക്കില്ല, മൈക്ക് ഇവിടെയാണ് ഉള്ളത്. ഇതാണ് മറ്റേ USB, അതായത് നമ്മുടെ ഫോണിന്റെ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പോർട്ടില്ല. അവിടെ ഈ ഒരു USB കുത്തിയിട്ട് ഈ മൈക്കിന് ഇവിടെ ഓൺ ബട്ടൺ ഉണ്ട്. ഇവിടെ അപ്പൊ മൈക്ക് വെച്ച് റെക്കോർഡ് ആവും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ബോക്സ്. അപ്പൊ ഈ മൈക്ക് വെച്ച് ഈ വീഡിയോ എടുക്കാനാണ് വീഡിയോന്റെ ഇൻട്രോയ്ക്ക് മുമ്പ് തന്നെ മൈക്ക് അൺബോക്സ് ചെയ്തത്. ഇനി മൈക്ക് ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഇത് തന്നത് അഭിഷേകാണ്. അഭിഷേക് ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ നീ ഈ വീഡിയോ കണ്ടിരിക്കും. ഇനി അടുത്തത് ഇത് ദുബായ് ആണ്. ബേസിക്കലി എന്റെ ബർത്ത്ഡേ അന്ന് മാമൻ ഇവിടെ ലാൻഡ് ചെയ്തിരുന്നു. അപ്പൊ കൊണ്ടുവന്നതാണ്. എന്നാൽ ഈ 2 ബോക്സിനകത്തും മുട്ടായികളായിരുന്നു. ഇതല്ലാണ്ട് ഇനിയും മുട്ടായിസ് ഉണ്ട്. അത് ചേച്ചി വരാൻ വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. ചേച്ചി വന്നിട്ട് ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ വലിയ പാക്കറ്റ് മുട്ടായിയെ കുറിച്ചൊരു തീരുമാനമാവും. സോ ഇതിനകത്തുള്ള മുട്ടായി ഫീസറിലുണ്ട്. ഇതിൽ ഒരു ബോക്സുള്ള മുട്ടായി ഓരോ ദിവസമായിട്ട് 2-3 വെച്ച് കഴിച്ച് തീർത്തു. ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം എനിക്ക് ഇതുപോലത്തെ ഫോറിൻ കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ 2 ബോക്സ് ഞാൻ എടുത്തു. അത് ഇവിടെ ഇരിക്കുകയാണ്. ഇത് അഡിദാസിന്റെ ഒറിജിനൽ ടീഷർട്ടാണ്. ഇതൊക്കെ നൈലോൺ ആണ്. അപ്പം ജിമ്മിലെല്ലാം പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. നോക്കാം, അല്ലെ? ജിമ്മിൽ പോകുമ്പോ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. ജിമ്മിലല്ല, പുറത്ത് പോകുമ്പോൾ ഇടാം. അഡിദാസ് ആണ് കേട്ടോ, അഡിദാസ്. ഈ ടീഷർട്ടും ഓക്കെ. ഇനി അടുത്തത് ഇത് എന്റെ ഫ്രണ്ട് സൂര്യ വന്നതാണ്. അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാം. മൈക്ക് വെച്ചായിരുന്നു വീഡിയോക്ക് അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി കാണും. എവിടെ നിന്ന് തുടങ്ങണം? അതുപോലെ തന്നെ നമ്മളെ മൈക്ക് അൺബോക്സ് ചെയ്യുന്നതിന്റെ വീഡിയോ ഉണ്ടല്ലോ. അതായത് മൈക്ക് എനിക്ക് ആദ്യമായിട്ട് ഇതിപ്പം വീഡിയോക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ ഗിഫ്റ്റ് റാപ്പറിൽ ചെയ്ത് വെച്ചതാണ്. കാരണം ഈ മൈക്ക് കിട്ടിയ ശേഷം ഞാൻ അൺബോക്സിങ് വീഡിയോ എടുക്കുന്നുള്ള ഈ മൈക്ക് വെച്ച് ഞാൻ 2 വീഡിയോസ് ഞാൻ എടുത്തു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ അതിന് ശേഷം അൺബോക്സിന് വേണ്ടി ഞാൻ വീണ്ടും അതുപോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ ഈ ലോങ് വീഡിയോ അതിൽ വെച്ചാൽ മതിയല്ലോ. ഇത് ഒരു ബാഗാണ്. അത് ബാഗാണ്. നമുക്ക് നോക്കാം. ഭയങ്കര എത്ര ദിവസമായിട്ട് ഇരിക്കണമെന്ന് അറിയാമോ? ഇത് എല്ലാം ഗിഫ്റ്റും കട്ടിയിൽ വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ, കട്ടിയിൽ വെച്ചാൽ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്ന ആംഗിള് ശരിയാവൂല. വാവ് കൊള്ളാല്ലേ?
ഉണ്ട്, കൊള്ളാം, നല്ല ബാഗ്. ഇതുപോലത്തെ ബാഗ് ഞാൻ നോക്കിയിരിക്കായിരുന്നു. അപ്പൊ ഈ ബാഗ് നമുക്ക് എല്ലാം കൂടെ ലാസ്റ്റ് പറയാം. ഇത് കവറ് ആണല്ലോ, എല്ലാ ബാഗിനകത്ത് അവര് കവർ ഇട്ടേക്കുമല്ലോ, അപ്പൊ ആ കവറാണ്. അപ്പൊ ഇത് ബാഗാണ്. ബാഗ്, ഇത് ബാഗാണ്. ഓക്കെ, ഈ ബാഗിന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. അപ്പം ഈ ബാഗ് ഇവിടെ. ഓക്കെ, സോ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തത് ഇതിനകത്ത് കാണിച്ച ടീഷർട്ടാണ്. അത് ഇവിടെ സൈഡിൽ വെക്കാം, എന്ത് എല്ലാം കൂടെ ഇട്ട് വയ്ക്കാം. ഇനി അടുത്തത് കുഞ്ഞമ്മേന്റെ ഗിഫ്റ്റ് വരാൻ വൈകിയതാണ്. ഈ വീഡിയോ ലേറ്റ് ആവാൻ കാരണം, ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന്റെ തലേ ദിവസം, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ജൂൺ 17-നാണ്. ജൂൺ 16 ഉച്ചയ്ക്ക് 1:30 ഈ വീഡിയോ എടുക്കുന്നത്. മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ് ഇനി കുറച്ച് 2-3 ഉള്ളൂ. 2-3 അതായത് പിന്നെ GK വീഡിയോസ് ഞാൻ പിന്നെ 10 ദിവസം മാക്സിമം ഷൂട്ട് ചെയ്ത് വെക്കും. ഓക്കെ, സോ ഇത് കണ്ണാടിയാണ്. ഇത് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയപ്പം അവിടെ ഇരിക്കണ കണ്ട്, പക്ഷെ ഇത് എനിക്കുള്ളതായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. സോ നോക്കാം ഏത് കമ്പനി. ബോക്സ് വെച്ചേ, കാരണം എന്തെങ്കിലും ഇപ്പം എനിക്കിപ്പോ ഈ കണ്ണാടി വെച്ചിട്ട് അത് ഫിറ്റ് അല്ലെങ്കിൽ വേറെ കളർ വല്ല വേണമെങ്കിൽ ബോക്സ് വേണം, എന്നാലേ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. റിട്ടേൺ ചെയ്ത് ഉടനെ തന്നെ വേറെ ഐറ്റം വരും. ഇതൊരു ബാഗാണ് കേട്ടോ, ഇത് ബാഗാണ്, കണ്ണാടിയെല്ലാം വെക്കുന്ന ബാഗ്. തുണി, ഇത് കണ്ണാടി തുടയ്ക്കാനുള്ള തുണിയാണെന്ന് തോന്നുന്നു. പൊട്ടിച്ചു നോക്കാം. കണ്ണാടി, ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച് അതിന്റെ കാലയും വിട്ടു. കൊള്ളാല്ലേ, സെറ്റല്ലേ? ഇതിനകത്താണ് കണ്ണാടി ഇരുന്നത്. ഇതിലാണ് ഈ ഒരു പ്ലാസ്റ്റിക് കവർ കണ്ണാടി ഇരുന്നത്. ഇത് പ്ലാസ്റ്റിക് കവറിന്റെ അകത്തുള്ള കവറ് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇത് എന്തോന്നൊന്ന് നോക്കണം. ഇത് മിക്കവാറും കണ്ണാടി തുടക്കുന്ന തുണിയായിരിക്കും, അല്ലെങ്കിൽ കണ്ണാടി കണ്ണാടി തുടയ്ക്കാനുള്ള തുണിയാണ്. സോ കണ്ണാടി കുഴപ്പമില്ല, പക്ഷെ കണ്ണാടി ഇപ്പം ഇടാൻ കുറച്ച് കഷ്ടപ്പാട് പെട്ട്. അത് നോക്കാം. അതിനി കണ്ണാടി റിട്ടേൺ ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷെ എന്താ പറയുക, കണ്ണാടി ഇങ്ങനെ ഇടാൻ കുറച്ച് പാടാണ്. കാരണം ഇത് കുറച്ച് ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് റിട്ടേൺ ചെയ്താൽ ഉടനെ തന്നെ വരും. പക്ഷെ ഇത് അൺബോക്സിങ് ചെയ്തിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഒന്നും കളയാത്തത്. അപ്പം ഈ കണ്ണാടി ഇപ്പൊ ഞാൻ തൽക്കാലം ഒന്നും കളയാനില്ല. കണ്ണാടി ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഒന്നുകൂടെ ചോദിച്ചു നോക്കിയിട്ട്. കണ്ണാടി വന്നിട്ട് കുറച്ച് ദിവസം ആയെന്ന് പറഞ്ഞു. അപ്പൊ ഇനി റിട്ടേൺ ചെയ്യാനുള്ള പീരീഡ് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്നാലും എനിക്ക് തരാണ് കേട്ടോ. എനിക്കിപ്പോ ഏത് കിട്ടിയാലും അതിനെന്തെങ്കിലും അതിന്റെ ബോക്സ് വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ തെളിവല്ലേ അതിനകത്ത് മുട്ടായിന്റെ ഇത് കാണിച്ചത്. ഇത് കണ്ണാടിന്റെ കവറാണ്, കണ്ണാടി തുടയ്ക്കാനുള്ള തുണി. കണ്ണാടി തുടയ്ക്കുന്ന നമുക്ക് ലാസ്റ്റ് ഗിഫ്റ്റ് എല്ലാം ഇട്ടുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാം തംബ്നെയിലിന് വേണ്ടി. ആ തംബ്നെയിലാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ഈ കണ്ണാടി ഞാൻ തിരിച്ചു വെക്കട്ടെ. കണ്ണാടി ഞാൻ തിരിച്ചു വെച്ചു. ഇനി അടുത്തത് ഒരു ടീഷർട്ട്. ഇത് ടീഷർട്ട് എന്റെ സെയിം സൈസ് ആണ്. ബട്ട് ഇതിന്റെ കവർ കളയുന്നില്ല. കാരണം ഈ ടീഷർട്ട് എല്ലാം എനിക്ക് ഇട്ടു നോക്കിയാലേ പറയാം. കാരണം ഇപ്പൊ എനിക്കിപ്പം ഞാനിപ്പോ ഒരു കടയിൽ പോയി എനിക്ക് എക്സല് കറക്റ്റ് ആയെങ്കിൽ ആ സെയിം സൈസ് വേറെ കടയിൽ പോകുമ്പോ വേറെ കമ്പനി വേറെ ബ്രാൻഡിന്റെ എനിക്ക് ഫിറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് ഈ കവറിന്റെ കളയണ്ട. കവർ കളഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ പറ്റൂല. ഈ ടീഷർട്ടും പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട്. അത് ഈ ഐറ്റം തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്യാൻ മാക്സിമം ടൈം ഉണ്ട്. അപ്പൊ ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന് ഇവിടെ വെച്ചോട്ട്.
ഇത് ഇട്ട് നോക്കണം കേട്ടോ. ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇട്ട് നോക്കണം, എന്നാലേ ശരിയാവുള്ളൂ. വീഡിയോക്ക് വേണ്ടി ഇത് ഇട്ട് നോക്കിയാലേ ശരിയാവുള്ളൂ. ഇട്ട് നോക്കിയാലേ ഇതിപ്പം ഇങ്ങനെ വെക്കുമ്പോ ഞാൻ ഇപ്പം ഇരുന്നുകൊണ്ട് എടുക്കണോണ്ട് ഓക്കെ, പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് കുഴപ്പമില്ല. ഇത് ഇട്ട് നോക്കണം. അപ്പൊ ഇത് മറ്റേ ടീഷർട്ട് പോലെ തന്നെ ഇത് വെക്കാം. ഇനി ഒരു സംഭവം കൂടിയുണ്ട്, അതും മാറ്റി നോക്കാം. ഇത് അവിടെ വെക്കട്ടെ. ഓക്കെ, ഇനി the last and final unboxing gift. Bag. ഇത് മറ്റേ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഷോർട്സ് ആക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ്. അപ്പൊ അതില് റിംഗ് ലൈറ്റ് എന്ന് അന്നത്തെ എഴുതിയിട്ടുണ്ട്, റിംഗ് ലൈറ്റ് എന്ന്. പക്ഷെ ആ റിംഗ് ലൈറ്റ് എന്ന് എഴുതി കാണിക്കുന്ന പോഷയില്ല ആ ഒരു ഷോർട്സില് അല്ലെങ്കിൽ ആ ഒരു റീലില്. അത് നിങ്ങൾ ക്യാമറ ഫോക്കസ്ഡ് ആണ്, പക്ഷെ ഞാനത് ഇപ്പോഴേ അറിയുന്നില്ല റിംഗ് ലൈറ്റ് ആണെന്ന്, പിന്നെയാണ് മനസ്സിലായത്. ഈ ഒരു കവറാണ്. അപ്പം ആസ് യൂഷ്വൽ ഇവിടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. സോ ഇത് ഇൻ കേസ് റിട്ടേൺ ചെയ്യേണ്ടി വന്നാൽ ഈ സെല്ലോ ടേപ്പ് കീറിയെടുത്ത സെല്ലോ ടേപ്പ് കീറിയെടുക്കാം, പിന്നെ റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വേറെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ പോയി. അതായത് സെല്ലോ ടേപ്പ് ഊരിയെടുത്താൽ എവിടെ ഈ കവർ കീറും. And it's coming. ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി. ഞാൻ എന്താ ഈ ഭാഗം ഇങ്ങനെ വരും എന്നാണ് വിചാരിച്ചത്, പക്ഷെ വന്ന ഭാഗം ബോട്ടമായി പോയി. സാരമില്ല, അബദ്ധങ്ങൾ പറ്റാത്തതായിട്ട് ആരുമില്ലല്ലോ. ഇപ്പൊ ഞാൻ മൈക്ക് വെച്ചെടുക്കണമെന്നാണ് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കാണുന്നില്ലേ. മറ്റേ ഈ മൈക്ക് ഇല്ലാന്ന് ഞാൻ എടുത്ത സൗണ്ട് ക്വാളിറ്റി കുറവായി. എന്താ ഈ മൈക്ക് കിട്ടിയ നന്നായി. കാരണം എന്റെ മെയിനായിട്ട് ഓഡിയോ, എന്റെ വീഡിയോക്ക് മെയിനായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച പ്രശ്നമാണ് ഓഡിയോ പ്രശ്നം. ഇത് ഈ ബാഗുകൾ ഇട്ടുകൊണ്ടിരിക്കണം. കോളേജിന്റെ അഡ്മിഷൻ ഒന്നും ആയിട്ടില്ല, അതൊക്കെ ആയി വരണതേ ഉള്ളൂ. അപ്പം എന്റെ കോളേജ് അഡ്മിഷൻ ആയി കഴിഞ്ഞിട്ട് അതെ കോളേജിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കണുള്ളൂ. അപ്പൊ പറ്റുമെങ്കിൽ അതിന്റെ ഒരു വീഡിയോ ചെയ്യണം. കൊള്ളാം, നല്ല ബാഗാണ്. ഇത് ഇട്ട് നോക്കണം. അതായത് കണ്ണാടി ഇട്ട് നോക്കി, കണ്ണാടി പക്ഷെ ഇവിടെ ഇങ്ങനെ ഇടുമ്പോ, അതായത് ഇങ്ങനെ ഇടുമ്പോ കുറച്ച് പാടാണ്. അത് ചോദിച്ചു നോക്കണം. എന്നിട്ട് ആ ടീഷർട്ടും ഈ ബാഗും ഒന്ന് ഇട്ട് നോക്കണം. എന്നിട്ട് ഇത് എന്താ പറയാ പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അൺബോക്സിങ് ചെയ്ത കവറിൽ തന്നെ നമ്മൾ വീണ്ടും ബോക്സ് ചെയ്ത് വെക്കണമായിരിക്കും. ഒന്നുമില്ല, റിട്ടേൺ ചെയ്യുന്നു, എന്താ പറയാ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ അടുത്ത വരും. അപ്പൊ ഇതിനി ഇട്ട് നോക്കണം. സോ ഇതൊക്കെയാണ് അൺബോക്സിങ് വീഡിയോ. അപ്പം ഇനി ഒരു വലിയൊരു ട്രാൻസിഷൻ ആയാലോ. ഞാൻ സ്കൂളിൽ പോയി, ഞാൻ കോളേജിൽ പോയി. ബൈ. ഹലോ. അപ്പം ഇതാണ് ആ ടീഷർട്ട്. ബോക്സിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ബോക്സിനകത്ത് ഉള്ള മുട്ടായി മൊത്തം ഫ്രിഡ്ജിലുണ്ട്. അത് ഒരു പാക്കറ്റ് ഇപ്പം തീർന്ന്, അടുത്തൊരു പാക്കറ്റ് പകുതിയായി. അപ്പൊ ഇതാണ് ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഒരു ഷോട്ട് ഈ വീഡിയോ തന്നെ ചെയ്യാം. കണ്ടോ, ഇത് ബേസിക്കലി പെർഫെക്റ്റ് ആണ്. ഇത് നല്ല പെർഫെക്റ്റ് സൈസ് ടീഷർട്ടാണ് അഡിഡാസിന്റെ. എല്ലാം പെർഫെക്റ്റ് തന്നെ ചെയ്യാം. അപ്പൊ ഈ ബാഗ് കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാം ഉണ്ട്. മൈക്കാണ് കേട്ടോ, മൈക്ക്. അപ്പൊ ഇനിയിപ്പോ സുഖമായി. ഇനിയിപ്പം എവിടെയെങ്കിലും പോകുമ്പോ ഇതിൽ തന്നെ മൈക്കും ട്രൈപോഡ് വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. റിംഗ് ലൈറ്റ് വേറെ റൂമില ഇരിക്കുന്ന. അപ്പം ഉണ്ടോ മൈക്ക് നല്ല. ഞാൻ ഇപ്പൊ ഫാൻ ഇട്ട് ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനിന്റെ സൗണ്ട് കേൾക്കൂല. അത് അതൊക്കെയാണ്. അപ്പൊ ഇത് ടീഷർട്ട്. അപ്പൊ ഇത് ടീഷർട്ട്, കുഞ്ഞൻ വന്ന ടീഷർട്ട്, ഇത് കുഞ്ഞൻ വന്ന ബാഗ്. അയ്യോ, മെയിനായിട്ടൊരു സാധനമുണ്ട്, കണ്ണാടി.
കണ്ണാടി ഉണ്ട്, കണ്ണാടി വെച്ചില്ല ഞാൻ. ഹബീബി കം ടു ദുബായ്, ഹബീബി കം ടു ദുബായ്. അപ്പോ സോ ഇത് മാത്രമല്ല, ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്, ഇത് മാത്രമല്ല എനിക്ക് എന്താ പറയുക, 2 പേര്, ഒന്ന് എൻ്റെ അപ്പച്ചി, ഒന്ന് അമ്മൂമ്മ. അമ്മൂമ്മ എന്ന് വെച്ചാൽ എൻ്റെ അമ്മൂമ്മേൻ്റെ അനിയത്തി, പക്ഷേ ഞാൻ അമ്മൂമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എനിക്ക് എന്താ പറയുക, കുറച്ച് 2 പേരും കൂടെ ചേർത്ത് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു എമൗണ്ട് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ടെല്ലാം ഉണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു ബാലൻസ് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ എനിക്ക് ഇപ്പോൾ ATM കാർഡെല്ലാം കിട്ടി. ഇന്നലെ ATM കാർഡ് കിട്ടി. അപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം CDM മെഷീൻ വഴി പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ആ ഒരു പൈസയും കൂടി അക്കൗണ്ടിൽ അങ്ങ് ഇടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടീഷർട്ടും കൂടി, ഈ ഒരു ടീഷർട്ട് തന്നന്ന് ഇട്ട് നോക്കി, ഞാൻ കറക്റ്റാണ്. അടുത്ത ദിവസം, അതായത് അടുത്ത വെനസ്ഡേ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ റൂം ടൂർ വീഡിയോ ആണ്. ഓക്കെ, ആക്ച്വലി ഈ അൺബോക്സിങ് വീഡിയോക്ക് മുമ്പ് തന്നെ റൂം ടൂർ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. ആൻഡ് ആ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്ന ദിവസം വരേണ്ടത്. പക്ഷേ ആ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ റീഷെഡ്യൂൾ ചെയ്യും. അപ്പം റൂം ടൂറിലെ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. പക്ഷെ എന്തായാലും ഇട്ട് നോക്കാം. ഇത് XL ആണ്, ഇത് XL ആണ്, ഇതെനിക്ക് പെർഫെക്റ്റ് ആണ്. ഈ ഇട്ടേക്കുന്നത് XXL ആണ്. അപ്പം ഇത് വേറെ ബാൻഡ്, ഇത് വേറെ ബാൻഡ്. പക്ഷെ എങ്ങനെ പോയാലും എനിക്കൊരു ഇത് വരും. ഇപ്പം ഇതിപ്പം നൈലോൺ ആണ്, ഇങ്ങനെ എലാസ്റ്റിക് ആണല്ലോ. അപ്പൊ ഇത് XL ആയാലും ഓക്കെ ആണ്. പക്ഷെ ഇതുപോലെ എല്ലാ ഉടുപ്പും XL ആയ എനിക്ക് ഓക്കെ അല്ല. അപ്പൊ മിനിമം XXL എങ്കിലും എനിക്ക് വേണം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ വീഡിയോസുമായി നമുക്ക് ഇനിയും വരാം. ബൈ.